السلام عليكم ورحمة الله وبركاته. الحمد لله غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായും അവൻ്റെ സാരോപദേശങ്ങൾക്ക് ജീവിതത്തെ വഴിപ്പെടുത്തിയും രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചും ജീവിക്കണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളെ ഓരോരുത്തരോടും വളരെ സ്നേഹത്തോടെ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളായ മനുഷ്യരായ നമ്മൾ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മുടെ മക്കളും ബന്ധുക്കളും കുടുംബാംഗങ്ങളുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് വേണ്ടി, ഒരു പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ലാത്ത, അരുതെന്ന് അള്ളാഹുവിൻ്റെ ശറഅ് വിലക്കിയ ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ അള്ളാഹു ഇഹലോകത്ത് ജീവിക്കുന്ന നമുക്ക് വളരെ നേരത്തെ തന്നെ പരിചയപ്പെടുത്തുകയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ കൃത്യമായി നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്, അല്ലാഹു ഈമാൻ ചോർന്നു പോയ കപടവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്നു നരകം, നാറു ജഹന്നം. ഈമാൻ ചോർന്നു പോയ ആളുകൾക്ക് നരകം അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതവാസികളാണ്. ഹിയ ഹസ്ബുഹും, അത് അവരുടെ പ്രവർത്തന ഫലമായി അവർക്കത് മതിയായ ശിക്ഷയാണ്. അതിനു പുറമെ വലഅനഹുമുല്ലാ, അള്ളാഹുവിൻ്റെ ശാപവും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. വലഹും അദാബുൻ മുഖീം, ശാശ്വതമായ നരകവും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അള്ളാഹു സത്യവിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ജന്നാത്ത്, സ്വർഗത്തോപ്പുകൾ, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങൾ അവർക്ക് വേണ്ടി അള്ളാഹു വാഗ്ദാനം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഖാലിദീന ഫീഹ, അവരതിൽ ശാശ്വതവാസികളാണ്. വ മസാകിനു തയ്യിബ, മനോഹരമായ
താമസ സ്ഥലം വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടി മരിച്ചു ചെന്നാൽ തരാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഫി ജന്നാത്തി അദിൻ, ആ മനോഹരമായ പാർപ്പിടം ഏദൻ തോട്ടത്തിലാണ്. റിളുവാനും മിനല്ലാഹി അക്ബർ, അതിനേക്കാളൊക്കെ വലുതായി അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹു തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു ഹുവൽ ഫൗസുൽ അലീം, അത് ഏറ്റവും വലിയ വിജയമാണ്. അപ്പൊ ഒരു ഭാഗത്ത് നരകം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഒരു ഭാഗത്ത് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് ഈ മുഅ്മിനീങ്ങളും ഈ മുനാഫിക്കീങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അഅ്മാലുകളൊക്കെ ഒരുപോലെയായിരിക്കും. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ അവർ ഇരു കൂട്ടരും ഒരേ രൂപത്തിൽ പ്രവർത്തിച്ചവരാണ്. നമസ്കാരം അവർ ഒരു പള്ളിയിൽ നിർവഹിച്ചു, ഹജ്ജ് അവർ ഒരേ കൊല്ലം നിർവഹിച്ചു, ഉംറക്ക് അവർ ഒരു കുറേ കൊല്ലം പോയി, അതുപോലെ അവർ ഖുർആനുമായുള്ള ബന്ധം നിരന്തരമായി പുലർത്തി. ഇങ്ങനെ സദക്ക വളരെ കൃത്യമായി കൊടുത്തു, സക്കാത്ത് കൊടുത്തു, ഒന്നിനും പോരായ്മ വരുത്തിയിട്ടില്ല. പക്ഷേ ഇല്ലാതെ പോയത് ഒന്നുണ്ട്, അതാണ് ഈമാൻ. ഈമാനോടുകൂടി അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗം ലഭിക്കണം എന്ന ഉറച്ച നിയ്യത്തോടുകൂടി ചെയ്ത പ്രവർത്തനങ്ങളായിരുന്നില്ല. ആ പ്രവർത്തനങ്ങളിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല, ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കൂടെ നമസ്കരിച്ചു, എല്ലാവരുടെയും കൂടെ ഹജ്ജിന് പോയി, എല്ലാവരുടെയും കൂടെ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്തു, എല്ലാ ആളുകളുടെയും കൂടെ ജുമാക്ക് പങ്കെടുത്തു. അങ്ങനെ എല്ലാ കർമ്മങ്ങളും അവരങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്തിനധികം പറയുന്നു, അവർ അള്ളാഹുവിന്റെ ധർമ്മസമരങ്ങളിൽ പോലും പങ്കെടുത്തിട്ടുണ്ടാവും. പക്ഷേ അതിലൊന്നും അവർക്കൊരു പ്രതിഫലവുമില്ലാത്തവരാണ്. നമുക്ക് ആദ്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ പരലോകത്ത് ഈ ഈമാൻ ചോർന്നു പോയ ആളുകളുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു അവിടെ പരലോകത്ത് കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന ഒരു രംഗം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറയുന്നു, അന്നല്ലാഹ തബാറക വ തആല ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ ആയിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല യൻസിലു ഇലൽ ഇബാദ്, മനുഷ്യരുടെ അടുത്തേക്ക് ഇറങ്ങി വരും. പരലോകത്ത് മനുഷ്യരുടെ അടുത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. എന്നിട്ട് എന്തിനാ ഇറങ്ങി വരുന്നത്? ലി യഖ്ലിയ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കാൻ. അവർ ഇതുവരെ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വിധി കൽപ്പിക്കാൻ അള്ളാഹു പരലോകത്തേക്ക് ഇറങ്ങി വരികയാണ്. വകുല്ലു ഉമ്മത്തിൻ ജാസിയ, അപ്പോൾ മനുഷ്യരെല്ലാം മുട്ടുകുത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും. അള്ളാഹു വിധി പറയാൻ വരുന്ന സമയത്ത് മനുഷ്യരെല്ലാം കാൽമുട്ടിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഫഅവ്വലു മൻ യദ്ഉ ബിഹി റജുലുൻ, അള്ളാഹു ആദ്യമായി വിചാരണക്കായി പരലോകത്തേക്ക് കൊണ്ടുവരും ജമാഅൽ ഖുർആൻ, ഖുർആൻ പഠിച്ചവരെ. ജമാഅൽ ഖുർആൻ, അവർ ഖുർആൻ പഠിച്ചവരാണ്, അവരെയാണ് ആദ്യം കൊണ്ടുവരുന്നത്. എന്നിട്ടോ മറ്റൊരാളെ കൊണ്ടുവരും, വറജുലുൻ, വേറൊരാളെ കൊണ്ടുവരുന്നു, ഖുതില ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരാണ് അവർ, വധിക്കപ്പെട്ടത്. വറജുലുൻ, മറ്റൊരു മനുഷ്യൻ, കസീറുൽ മാൽ, അള്ളാഹു ധാരാളമായി സമ്പത്താകുന്ന അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്തവർ. ഈ 3 വിഭാഗം ആളുകളെ അള്ളാഹു ആദ്യമായി വിചാരണക്ക് കൊണ്ടുവരിക പരലോകത്ത്. എന്നിട്ട് ഫയഖൂലുല്ലാഹു തആല, അള്ളാഹു തആല ചോദിക്കുന്നു, ലിൽ ഖാരി, ഖുർആൻ പഠിച്ച് ഖുർആനുമായി നടന്ന് ആളുകളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി, തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച, ദീന് പഠിച്ച, എന്നിട്ട് പഠിച്ചതിന്റെ വിപരീതമായി സംസാരിച്ച് പ്രവർത്തിച്ച പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകളോട് ചോദിക്കുന്നു, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി, എന്റെ റസൂലിനെ ഇറക്കി തന്നതായ ആ ഗ്രന്ഥം ഞാൻ നിനക്ക് പഠിപ്പിച്ചിട്ടില്ലയോ? അള്ളാന്റെ ചോദ്യം. അപ്പൊ ഖുർആൻ പഠിക്കുക എന്നത് അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിന്റെ മറുപടി, പണ്ഡിതനായിരുന്നാലും, പണ്ഡിതൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും തലക്കെട്ടിട്ടോലും തൊപ്പിയച്ചോലും വെള്ളക്കുപ്പായിട്ടോലും അതൊന്നല്ല. ഖുർആൻ പഠിച്ച ആളുകളൊക്കെ പണ്ഡിതന്മാരാണ്, അവരൊക്കെ അള്ളാഹുവിന്റെ ഇൽമ് നേടിയവരാണ്. അത് വല്ലാത്തൊരു അനുഗ്രഹമുള്ള ഏറ്റവും വലിയ സമ്പത്താണ്. അത് നേടിയ ആളുകളോടാണ് ചോദിക്കുന്നത്. അവരോട് ചോദിക്കുന്നു, എന്റെ റസൂലിന് ഞാൻ അയച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ? അപ്പൊ കാല, ആ പണ്ഡിതനായിരുന്നാലും ആ ഖുർആൻ പഠിച്ചവനായിരുന്നാലും പറയും, ബല, തീർച്ചയായും അള്ളാഹുവെ എനിക്ക് നീ ഇറക്കി തന്നു, പഠിപ്പിച്ചു തന്നു. റസൂലിൽ നിന്ന് കിട്ടിയ എല്ലാ വിജ്ഞാനത്തിന്റെയും അനുഗ്രഹങ്ങൾ ഞാൻ നേടിയെടുത്തു. യാ റബ്ബ്, എന്റെ രക്ഷിതാവേ. കാല, അപ്പൊ അള്ളാഹുവിന്റെ അടുത്ത ചോദ്യം, ഫമാദാ അമിൽത ഫീമാ ഉല്ലിംത, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ കൊണ്ട് നീ എന്ത് ചെയ്തു? കാല, ആ മനുഷ്യൻ പറയുന്നു, കുന്തു അഖൂമു ബിഹി ആനാ അൽ ലൈലി വ ആനാ അൻ നഹാർ, ഞാൻ രാപ്പകലുകൾ ഇടതടവില്ലാതെ
അതുമായി എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു എന്ന് ഈ മനുഷ്യൻ പറയും. ഈ ഖുർആൻ പഠിച്ച മനുഷ്യൻ പറയും, ഞാൻ രാപ്പകലില്ലാതെ ഇടതടവില്ലാതെ ഖുർആന്റെ ദൗത്യം എന്താണോ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു എന്ന് അള്ളാഹിനോട് ഈ മനുഷ്യൻ പറയും. അപ്പൊ അള്ളാഹിന്റെ മറുപടി യഖൂലുല്ലാഹു ലഹു, അല്ലാഹു തആല അവനോട് പറയും, ഖദബ്ത, താങ്കൾ പറഞ്ഞത് നമ്പർ 1 കളവാണ്. അങ്ങനെ താങ്കൾ പറഞ്ഞത് ഇതുവരെ ഇവിടുന്ന് ആരോട് കളവ് പറഞ്ഞാലും ആ കളവ് തിരുത്തപ്പെടൂല, പരലോകത്തൊന്നും കളവ് പോലെ. അതുകൊണ്ടല്ല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മുനാഫിക്കിന്റെ അടയാളം, ആയത്തുൽ മുനാഫിക്കിന്റെ അടയാളം എന്തായിരുന്നു? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും, കപട വിശ്വാസി. നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. ഒരു ഖുത്ബ കേൾക്കുമ്പോൾ കേട്ടാ പോരാ, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സംസാരിക്കുമ്പോൾ കളവ് പറയാറുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ 4 കാര്യം പറഞ്ഞു. അത് 1/4 1/4 1/4 1/4 അങ്ങനെ കണ്ടാൽ മതി. ഒന്നാമത്തെ 1/4 ഏതാ? 1/4 സംസാരിച്ചാൽ കളവ് പറയും. രണ്ടാമത്തെ 1/4 ഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. എന്ത് വാഗ്ദത്തം ചെയ്താലും അത് ലംഘിച്ചിരിക്കും. രണ്ടാമത്തെ അപാരായി, അരമുനാഫിക്കായി അല്ലെ. പിന്നെയോ വൈദത്തുൽ ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. അപ്പൊ നമ്മളൊരാളെ വിശ്വസിച്ചു, ആ വിശ്വസിച്ച ആളെ ചതിക്കാൻ ആളുകൾ പറയാൻ വളരെ എളുപ്പമാണ് അല്ലെ. അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം അവൻ നിങ്ങളുടെ കയ്യിൽ കഴുത്തും കത്തിയും ഏൽപ്പിച്ചതാണ് അല്ലെ. അതുകൊണ്ട് വിശ്വസിച്ചാൽ ചതിക്കും. മൂന്നാമത്തെ കാര്യം, വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യം ഒരാളോട് പറയാണ്, ഞാനൊരു അമാനത്തായിട്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യം ഞാൻ നീയുമായി പങ്കുവെക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ എന്റെ പ്രയാസം ലഘൂകരിക്കാൻ, നീ ആരോടും അത് പറയരുത് എന്ന് പറഞ്ഞാൽ ആ കാര്യം, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യം മറ്റുള്ളവരോട് പ്രചരിപ്പിക്കും ആ മനുഷ്യൻ. ചെയ്യാറുണ്ടോ എന്ന് പരിശോധിക്കുക. അല്ലെങ്കിൽ ഒരു മുതല് നമ്മൾ ഏൽപ്പിച്ചു, ഞാൻ ഈ മുതല് നിങ്ങൾ ഏൽപ്പിക്കുകയാണ്, ഇന്ന ആൾക്ക് കൊടുക്കണം, അത് ലംഘിക്കും. വിശ്വസിച്ചാൽ ചതിക്കും. മനസ്സിലായി? അതാണ് അടുത്ത 1/4. നാലാമത്തെ 1/4 വൈദാ ഹാസമ ഫജറ, തെറ്റിയാൽ എന്തും വിളിച്ചു പറയും. അങ്ങനെ ആ 4 കൂടി ആയാൽ മുനാഫിക് എന്ന കോളം ഫുള്ളായി. അങ്ങനെ വന്നാൽ എന്താ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാള് പറഞ്ഞു, അവിടെ ചെന്നിട്ട് കളവ് പറഞ്ഞു. ഇവിടുന്ന് കളവ് പറഞ്ഞാൽ ആളുകൾ കളവ് പറയുന്നവനെ വിശ്വസിക്കുകയും സത്യസന്ധന്മാരായ ആളുകൾ അവിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലോകം അവസാനിക്കാൻ സമയമായാൽ സത്യം പറയുന്നവരൊക്കെ ആളുകൾ അംഗീകരിക്കാതെ വരും. കളവ് പറയുന്നവർക്ക് വലിയ സ്ഥാനമാനങ്ങളാണ്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, കളവ് പറയുന്ന പണ്ഡിതന്മാർക്ക് ലക്ഷോപലക്ഷം അനുയായികളാണ് അല്ലെ. ശ്രദ്ധിച്ചു നോക്കേണ്ടി. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരൻ കളവ് പറഞ്ഞ് അവന് ഫലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്. പക്ഷെ സത്യസന്ധനായ മനുഷ്യന് ഒരു നിലവാരം ഉണ്ടാവില്ല. പക്ഷെ പരലോകത്തെത്തുമ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ ഖുർആൻ പഠിച്ചു, അത് നീ പഠിപ്പിച്ച തന്നത് പ്രകാരം ഞാൻ ജനങ്ങൾക്കിടയിൽ രാപ്പകൽ ഇടവിത്തടവില്ലാതെ പടച്ചവനെ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. അള്ളാഹു പറഞ്ഞു കളവാണ് പറഞ്ഞത്. അള്ളാഹു കളവാണെന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് ഈ പരലോകത്ത് പറയുന്നത്, ചോദിക്കുന്നു. അപ്പോ തഖൂൽ ലഹുൽ മലായികത്ത്, അപ്പോൾ ഇവന്റെ കർമ്മരേഖ രേഖപ്പെടുത്തിയ മലായികത്തുണ്ടാവും. ആ മലക്ക് ഇവനോട് പറയും, ഖദബ്ത, നീ പറഞ്ഞ കളവാണ്. ഉണ്ടാവും. ആദ്യം അള്ളാഹു കളവാന്ന് പറഞ്ഞു, പിന്നെ ഇവന്റെ കർമ്മരേഖ രേഖപ്പെടുത്തിയ മലക്കുകളുണ്ട്, അവർ പറയുന്നു നീ പറയുന്നത് കളവാണ്. എന്നിട്ട് യഖൂലുല്ലാഹു ലഹു, അല്ലാഹു തആല ഈ മനുഷ്യനോട് പറയുന്നു, ബൽ, എന്നാൽ അറത്ത അൻ യുഖാല ഇന്ന ഫുലാനൻ ഖാരി, ഇവൻ ഇന്ന ആളുകളൊക്കെ കാരികളാണ്, ഖുർആൻ പഠിച്ചവരാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു നീ പഠിച്ചത്. നീ ഒരു പണ്ഡിതനാണെന്ന് ആളുകൾ പറഞ്ഞ് അതിന്റെ വലുപ്പം കിട്ടാൻ വേണ്ടി പഠിച്ചതായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കയറാനോ നരകത്തിന് രക്ഷപ്പെടാനോ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. നമ്മളുടെ ഈ മുസ്ലിയാക്കന്മാരൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി. ഇവർ പഠിക്കാൻ പോകുന്നത് സ്വർഗം കിട്ടാനോ നരകത്തിന് കഴിച്ചിടാനോ അല്ല, എങ്ങനെ അവരുടെ നാവ് കൊണ്ട് ഒരുപാട് ആളുകളെ വഴിപഴപ്പിക്കാൻ കഴിയും, തൗഹീദിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിന് ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ സമയത്ത് പണ്ഡിതന്മാർ പറയാണ്, മരണസമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാനമായി പറഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക. നേരെ മറിച്ച് ഒരാൾ ആ മരണസമയത്ത് മുഹീദ്ദീൻ ഷേഖെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഈമാൻ ഉണ്ടാവുമോ എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ പണ്ഡിതൻ പറയുന്നു,
മൊഹിദ്ദീൻ ഷേഖെ എന്ന് വിളിക്കാൻ സൗകര്യം ചെയ്തു തന്ന മൊഹിദ്ദീൻ ഷേഖ് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. എങ്ങനെയുണ്ട്? മരണസമയത്ത് മൊഹിദ്ദീൻ ഷേഖെ എന്ന് വിളിക്കാൻ നിനക്ക് സൗകര്യം ചെയ്തു തന്ന മൊഹിദ്ദീൻ ഷേഖ് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്താ പറയാ? നഊദു ബില്ലാ. നമുക്ക് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാം, വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പം നീ പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയാണ് പഠിച്ചത് എന്ന് അള്ളാഹു പറയുന്നു. ആ സമയത്തോ അപ്പം കീലതാലിക്ക അത് അങ്ങനെ പറയുകയും ചെയ്തു. നിന്നെപ്പറ്റി എല്ലാവരും പ്രഗത്ഭ പണ്ഡിതൻ എന്നൊക്കെ നിന്നെ വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞു. എന്നാൽ ആ സമയത്ത് റസൂലുള്ള പറയാണ്, ഇങ്ങനെ ഓരോരുത്തരെയും നേരത്തെ നമ്മൾ പറഞ്ഞ ഷഹീദ് പറഞ്ഞു, പടച്ചവനെ നിന്റെ മാർഗത്തിലാണ് ഞാൻ ഷഹീദായത്. അല്ല പറയും, അല്ല, കളവാണ് നീ പറഞ്ഞത്. നീ അള്ളാന്റെ മാർഗത്തിൽ പണിയെടുത്തതല്ല. നീ ധീരനാണെന്ന് ജനങ്ങൾക്കിടയിൽ വരുത്താൻ വേണ്ടിയിട്ട് ഇടപെട്ടപ്പോൾ യാദൃശ്ചികമായി ഷഹീദായി പോയതാണ്. അതിനും കൂലില്ല. നോക്കട്ടെ, ഷഹീദാകായിട്ടല്ല, ഇദ്ദേഹം ഖുർആൻ പഠിക്കാഞ്ഞിട്ടല്ല, നേരത്തെ പറഞ്ഞ ആൾ ഖുർആൻ പഠിക്കാഞ്ഞിട്ടല്ല, ഇദ്ദേഹം ഷഹീദായിട്ടുണ്ട്. പക്ഷെ ഷഹീദായത് എന്തിനല്ല? അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അപ്പൊ കൽബിന്റെ ഉള്ളിലുള്ള നിയ്യത്ത് നമ്മൾ എവിടത്തേക്ക് എത്തിക്കും? നരകത്തിലേക്ക് എത്തിക്കും. ശ്രദ്ധിക്കുക, മുനാഫിക്കായി മാറും. ആർക്കും ഒരാളുടെ കൈ പിടിച്ച് മണത്തു നോക്കിയാൽ ഇയാൾ മുനാഫിക്കാണോ അല്ലെ ഇവള് മുനാഫിക്കത്താണോ എന്നറിയില്ല. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ 4 അടയാളും എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ ഭയപ്പെടുക, നരകത്തിലേക്ക് പോകേണ്ടി വരും. നിങ്ങളെ കൽബിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഈ 4 നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് ഏതെങ്കിലും ഒന്നുള്ളൂ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, കാപ്പറ്റ്യത്തിന്റെ 1/4 എന്റെ കൈ. 2 ഉണ്ടെങ്കിൽ 1/2 ഉണ്ട് അല്ലെ? 3 ഉണ്ടെങ്കിൽ 3/4 ഉണ്ടാവും അല്ലെ? 4 ഉണ്ടെങ്കിലോ ആ കോളം ഫുള്ളായി അല്ലെ? മുനാഫിക് എന്ന് പറയുന്ന കോളം ഫുള്ളായി. ബഷിരിൽ മുനാഫിഖീൻ, മുനാഫിക്കീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചാൽ നബിയെ, ബിഅന്ന ലഹും, അവർക്കുണ്ട് എന്ത്? നാറു ജഹന്നം, അള്ളാഹുവിന്റെ അഗ്നികോളം. അള്ളാഹിന്റെ അഗ്നികോളം അവർക്കുള്ളതാണ്. അപ്പം ഇവിടുന്ന് മരിച്ച് നമ്മൾ കുറെ ആളുകൾ, ഇനി ഇദ്ദേഹം കുറെ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിനിടയിൽ അവർക്ക് പൊറുക്കാൻ വേണ്ടിയാണല്ലോ മയ്യത്ത് സ്കരിക്കുന്നത്. അതുപോലും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശറഅ് ഇവനെ അനുവദിക്കുന്നില്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, എന്ത്? നീ പഠിച്ചത് യഥാർത്ഥത്തിൽ നീ ഒരു പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയാണ്. സമ്പത്ത് കൊടുത്തവൻ പറഞ്ഞു, അള്ളാഹുവേ, ഞാൻ നിന്റെ തൃപ്തിക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി, ഇസ്ലാമിന്റെ ഒരുപാട് സംരംഭങ്ങൾക്ക് എന്റെ പണം ഞാൻ ചെലവഴിച്ച് പടച്ചോനെ. അല്ല പറയും, അല്ല, ഖദബ്ത, നീ പറഞ്ഞു കളവാണ്. സമ്പന്നനോട് ഞാനും നിങ്ങളൊക്കെ പൈസ ചെലവാക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങൾക്കും അല്ലെ? ഇവിടെ പലപ്പോഴും അനൗൺസ്മെന്റ് വരും, ഇന്ന പള്ളിക്കാണ്, തൗഹീദ് പ്രചാരണത്തിന് വേണ്ടിയാണ്, എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ പൈസ കൊടുക്കും അല്ലെ? ഇങ്ങനൊക്കെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പറയും, എന്ത്? അള്ളാഹുവെ, ഞാൻ ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അല്ല പറയും, അല്ല. പിന്നെന്തിനായിരുന്നു? നീ ഒരു ധർമ്മിഷ്ഠനാണ്, നീ ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായി ആ സംഭവം നടന്നിട്ടുണ്ട്. ആളുകളൊക്കെ പറയുമല്ലോ അല്ലെ, നല്ല ധർമ്മിഷ്ഠനാ, നിങ്ങൾ പോയി നോക്കി. ചിലവര് നമ്മളോട് പറയും, നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയും, നിങ്ങൾ ഇന്ന ആളൊന്ന് വിളിച്ച് പറയോ ഒരു റെക്കമെൻഡേഷൻ പൈസ കൊടുക്കാനേ. ഞാൻ ഇന്നെപ്പോലുള്ള ആൾക്കാർ പറയും, അവർക്കറിയാം അവരുടെ കബറിലേക്ക് എന്തുണ്ടാക്കണമെന്ന്. നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അള്ളാന്റെ മാർഗത്തിലാവില്ല. കേട്ടോ, അത് അപകടകരമാണ്. അതുകൊണ്ട് ഏത് പണക്കാരനോടും റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾക്കിത് സത്യമാണെന്ന് തോന്നുകയും അയാൾക്ക് ആഹ്റം വേണം തോന്നുകയും ചെയ്യാൻ അയാൾ ചെയ്യണം. അതേ പ്രതിഫലാർഹമാവുള്ളൂ. ഇപ്പൊ ഇവിടെ നടക്കുന്നത് മുഴുവനും ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നു, അപ്പൊ കൊടുക്കുന്നു അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആ സമയത്ത് ഇത്രയും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റുക്ബത്തി, അബൂ ഹുറൈറ പറയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കാൽമുട്ടിൽ തട്ടിയിട്ട് പറഞ്ഞു, ഫഖാല യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറേ, ഉലായിക സലാസ, ഈ 3 വിഭാഗം ആളുകളും അവ്വലു ഖൽഖില്ലാഹി തുസഇറു ബിഹിം അന്നാർ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി കത്തിക്കപ്പെടുന്ന 3 വിഭാഗം ആൾക്കാരാണ്. ആരാവര്? ആരാന്നപ്പങ്ങൾ കേട്ടത്? ആരാന്നാ? അവർ രാപ്പകലില്ലാണ്ട് ഖുർആൻ പഠിച്ച് അതിന്റെ വയ്യാൽ നടന്നു, ഒരുപാട് ഓടി നടന്നു. പക്ഷേ അവർക്ക് ഇല്ലാണ്ട പോയതെന്താ? ഈമാൻ. ആദ്യമായി കത്തിക്കപ്പെടുന്നത് ഇവർക്ക. രണ്ടാമത്തെ ആള് പണം ചെലവഴിച്ചു അല്ലെ, ഒരുപാട് പണം അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചു. പക്ഷേ അതിൽ അള്ളാഹിന്റെ തൃപ്തി നിയ്യത്ത് വെച്ചില്ല, അതും പോയി. മൂന്നാമതാള് സ്വന്തം ജീവൻ തന്നെ അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചു, എന്നിട്ടും പ്രതിഫലം കിട്ടിയില്ല. ഇനി അത് മാത്രവുമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇത്തരം ആളുകളെ സംബന്ധിച്ച്
മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല എന്നാണ് ഇത്തരം ആളുകൾക്ക് വേണ്ടി. കാരണം ഇപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ മയ്യത്ത് നിസ്കരിക്കുന്നത്? എനിക്കും നിങ്ങൾക്കൊക്കെ എല്ലാവരും മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. കാരണം എന്താ? നമുക്ക് ഇന്ന ആള് മുനാഫിക്കാന്ന് പറയാൻ നമ്മളുടെ കൈവശം തെളിവുകളില്ല. ഉണ്ടോ? ആരും പറയുന്നുമില്ല ഞാൻ മുനാഫിക്കാണ്, എന്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത്. നമ്മളാരെയും പറയോ? എൻ്റെ അടുത്ത് ഒരുപാട് കാപ്പറ്റുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും മയ്യത്ത് നിസ്കരിക്കേണ്ട അറിയില്ല. പക്ഷെ നമുക്കറിയാം നമ്മളെ മയ്യത്ത് എൻ്റെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും മക്കൾക്കും സുഹൃത്തുക്കൾക്കും നമസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. അറിയില്ലേ? അറിയാം. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും. മുഹമ്മദേ, നീ ഇവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാലും മയ്യത്ത് നിസ്കരിച്ചില്ലെങ്കിൽ സമാണ്. ലൻ യഗ്ഫിറല്ലാഹു ലഹും, ഇവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ആളുകളെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരില്ല. ഇവർ തമ്മാടികളാണ്. ആര്? കളവ് പറയുന്ന, വാഗ്ദത്തം ലംഘിക്കുന്ന, തെറ്റിയാൽ തോന്നിവാസങ്ങൾ വിളിച്ച് പറയുന്ന അതുപോലത്തെ ആൾക്കാരൊക്കെ തെമ്മാടികളാണ്. അവരുടെ മയ്യത്ത് നീ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും. ആരോടത് പറഞ്ഞു? ആര് നിസ്കരിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്? എന്നെപ്പോലത്തെ നിങ്ങളെപ്പോലത്തെ സാധാരണക്കാരല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ നിസ്കരിച്ചാലും ഇല്ലെങ്കിലും സമാണ്. ആരാ നിസ്കരിക്കുന്ന ആള്? ഇപ്പൊ നമ്മളിവിടെ ഒരാള് നമ്മളെ മയ്യത്തിന് വേണ്ടി നല്ല മുത്തക്കിയായ മുഖ്ലിസായ ഒരു മനുഷ്യൻ നിസ്കരിച്ചു പറഞ്ഞാൽ ഇന്ന ആളൊക്കെ നമ്മളെ മയ്യസ്കാറ്റുണ്ടായിരുന്ന നമുക്കൊരു സമാധാനം അല്ലേ? ഇവരുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്തേക്കാം. പക്ഷേ ഒരു മുനാഫിക്കായി ജീവിച്ച മനുഷ്യന്റെ, അങ്ങനെ മരിച്ചൊരു മനുഷ്യന്റെ മയ്യത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറഞ്ഞു ഈ നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലേനും സമാണ്. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞപ്പം റഈസുൽ മുനാഫിഖീൻ അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ, മുനാഫിക്കീങ്ങളായി അറിയപ്പെടുന്ന റസൂലുള്ളാഹിന്റെ കാലത്തിന്റെ അറിയപ്പെട്ടിരുന്ന ആളുകളുണ്ട്. അള്ളാഹു ചൂണ്ടിക്കാണിച്ച അവരാണ് മുനാഫിക്കീങ്ങൾ ചൂണ്ടിക്കാണിച്ച ആള്. അതിലൊരാളാണ്, അതിന്റെ നേതാവായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ. അബ്ദുല്ലാഹ് ഇബ്നു സലൂൽ മരിച്ചപ്പം അള്ളാഹുവിന്റെ റസൂല്, ഖുർആനിൽ അള്ളാഹു നമസ്കരിച്ചാൽ സ്വീകരിക്കൂല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ റസൂലുള്ള ഒരു പ്രാവശ്യം നിസ്കരിക്കുന്ന പകരം ഒരു 70 പ്രാവശ്യം നിസ്കരിച്ചാലോ? ഒരാൾക്ക് വേണ്ടി ഒറ്റ മയ്യത്ത് നിസ്കാരം. അങ്ങനെ ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കാരം 70 തവണ. എന്നാലും അള്ളാഹു ഖുർആനിൽ പറയാണ്, സൂറത്ത് തൗബയിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാം, ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും, നീ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാലും മയ്യത്ത് നമസ്കരിച്ചില്ലേലും സമാൻ. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 പ്രാവശ്യം നീ അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂല. എത്ര ഗൗരവത്തോടും എത്ര ക്രോധത്തോടുകൂടിയും അള്ളാഹു എത്രത്തോളം ദേഷ്യത്തോടു കൂടിയാണ് ഈ മനുഷ്യന്റെ നേരെ നോക്കിക്കാണെന്ന് ആലോചിച്ച് നോക്കൂ. ആരാണിവൻ? പുറത്തുനിന്നാരെയും കൊണ്ടുവരണോ? നമ്മൾ തന്നെയാണ്. വേദനയോടുകൂടി ഓർക്കുക, വേദനയോടുകൂടി ഓർക്കുക കേട്ടോ. അതെന്താ അങ്ങനെ വേദനയോടുകൂടി ഓർക്കാന്ന് ഞാൻ പറയാൻ കാരണം, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് മറ്റുള്ള തെറ്റുകൾ വന്നു പോകുന്നതിനെ പറ്റിയല്ല, ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ ഈമാനില്ലാതെ നശിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു സഹാബത്ത് ഭയപ്പെട്ടത്. മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ, ഒരു വിശ്വാസി എപ്പോഴും ഭയപ്പെടുക ഈ വൈറസ് കയറിക്കൂടുന്നതാണ്. ഈ നിഫാഖ് എന്ന വൈറസ് വല്ലാത്ത വൈറസാണ്. ഇത് പെട്ടെന്ന് ആരെയും പിടികൂടും. പണ്ഡിതനാണെങ്കിൽ ഫോട്ടോ ഫോസായി നിൽക്കും. ഫോട്ടോ ഫോസ് 24 മണിക്കൂറും ഫോട്ടോ ഫോസ്. അവനെപ്പോഴും വേണ്ടത് ഫോട്ടോ, ഓം വലുതാകുന്ന ഫോട്ടോ പോസുകളാണ്. ഞാൻ ഇന്ന ആളുകളായിട്ടൊക്കെ ബന്ധമുണ്ട്, അത് അറിയിക്കലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാട്സപ്പിലും യൂട്യൂബിലും ഇതിലൊക്കെ എനിക്ക് അറിയാം, ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടാവും അല്ലെ? കാരണം അവർ നിങ്ങളെ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞില്ലേ ബുദ്ധിമുട്ടല്ലേ? അതാണ്. അപ്പൊ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം മുഴുവനും ഒരു ജനങ്ങൾക്കിടയിൽ ഒരുപാട് വലിയ മനുഷ്യന്മാരാണെന്ന് വരുത്താൻ ഇന്നത്തെ കാലം അതാണ്. വല്ലാത്ത വൈറസാണ്. ആ വൈറസിന് ശരിക്കു പറഞ്ഞാൽ ആന്റിബയോട്ടിക് ഈമാൻ മാത്രമാണ്. ആ ഈമാൻ നിങ്ങൾക്ക് തകർന്നു പോകുന്നുണ്ടോ എന്ന് ഭയപ്പെടുക. ഞാൻ അതാ പറഞ്ഞത്. ഇമാം ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്? മാ ഖാഫഹു ഇല്ലാ മുഅ്മിൻ, വിശ്വാസി മാത്രമാണ് ഇതിനെ ഭയപ്പെടുക. വലാ അമിനഹു ഇല്ലാ മുനാഫിഖ്, ഇങ്ങനെ കാപ്പട്യം വന്നു പോകുന്നതിനെ ഭയപ്പെടാതിരിക്കുക മുനാഫിക്കുകൾ മാത്രം. അവർക്കൊരു പേടിയുണ്ടാവില്ല, ഒരു പിന്നെയും തന്നെ ചെയ്യും. ഞാൻ ഈ സംഭവം പറഞ്ഞപ്പം ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. ഈ ഹദീസ് പറഞ്ഞപ്പോൾ 3 വിഭാഗം ആളുകളെയാണ് ആദ്യമായിട്ട് നരകത്തിൽ കത്തിക്കുക. അതിൽ ഒന്നാമത്തെ ആരാ? ഖുർആനുമായി ബന്ധപ്പെട്ട്. അപ്പൊ ചിലർ വിചാരിക്കും എന്നാ ഖുർആനായിട്ട് ബന്ധപ്പെടണ്ട, എന്നാ പിന്നെ അത് അതിന്റെ പ്രശ്നം തോന്നില്ലേ? അതിന് വേറെ ശിക്ഷ വേറുണ്ട്. ഖുർആനായിട്ട് ബന്ധപ്പെടാത്തേക്ക് മാപ്പിളന്നല്ല കേട്ടോ. അതാണ് തലബുൽ ഇൽമി ഫരീള എന്ന് പറയാൻ കാരണം. ഖുർആൻ പഠനം ഫർളാണ്, അത് നിർബന്ധമാണ്.
അതിന് മാറിക്കുന്ന മുസ്ലിമല്ല. അത് പഠിച്ചേ പറ്റൂ. അത് പഠിക്കാതെ മരിക്കുക എന്ന് പറഞ്ഞാൽ മുനാഫിക്കായി പോകും. അപ്പൊ ഇത് പഠിച്ചാലോ പ്രാവർത്തികമാക്കണം. അത് പ്രാവർത്തികമാക്കാതിരുന്നാലും മുനാഫിക്കാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ ഹദീസ് ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നീട് ഈ ഹദീസ് എപ്പോൾ ആര് പറഞ്ഞു കേട്ടാലും അബൂ ഹുറൈറ ബോധം കെട്ടു വീഴും ഈ ഹദീസ് കേട്ടാൽ. കാരണം അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്ത്, പക്ഷെ അദ്ദേഹത്തിന് പിന്നെ അത് കേൾക്കാനുള്ള ത്രാണി ഉണ്ടായില്ല. അത്രമാത്രം അശക്തനായി പോയി. കാരണം ഞാൻ അതിൽ പെട്ടുപോകുമോ എന്ന ഭയം അദ്ദേഹത്തിന്റെ ഈമാന്റെ ശക്തി കൊണ്ട് അദ്ദേഹം ബോധം കെട്ടുക. ആ ഒരവസ്ഥയിലേക്ക് ഈ ഹദീസ് അദ്ദേഹത്തെ എത്തിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദുനിയാവിൽ മുനാഫിക്കായി ജീവിച്ച് മരിക്കേണ്ട ഒരു ഗതികേട് വരാതിരിക്കാൻ അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ നിഫാഖ് വൽ കുഫർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്ന പടച്ചോനെ, മിനൽ നിഫാഖ്, കാപ്പട്യത്തിൽ നിന്നും, വൽ കുഫർ, കുഫറിൽ നിന്നും. കേട്ടോ, സത്യനിഷേധവും അതോടൊപ്പം തന്നെ ഈമാനിൽ വൈറസ് കയറുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. അത്തരം വൈറസുള്ള രംഗങ്ങളിൽ നിന്നൊക്കെ അത് മാറിക്കണം. കേട്ടോ, വൈറസ് കയറുമെന്ന് തോന്നുന്നു, അത് നിങ്ങൾക്കാണല്ലോ അറിയാം. ഇപ്പൊ ഞാനും നിങ്ങളും മുനാഫിക്കാണെന്നുള്ളത് വേറെ ആൾക്ക് പറയാൻ കഴിയില്ല. അത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം മയ്യസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇന്നിവിടെ ഒരു പ്രവാചകനുണ്ടെങ്കിൽ നമ്മളൊന്നും മയ്യസ്കരിക്കേണ്ടി വരില്ല. വേഗം കൊണ്ടാ. കാരണം ദൈബന്നോ മുനാഫിക്കാനോ മുനാഫിക്കാനുള്ള ആയത്തിറങ്ങൂലേ. ഇപ്പൊ നമ്മളെ പറ്റി ഒരു ആയത്ത് ഇറങ്ങാനില്ല. അതുകൊണ്ട് നമുക്ക് പേടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? ഖാത്തമുൻ നബിയ്യാൻ, നബിമാരിൽ അവസാനത്തെ കണ്ണി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഭയമില്ലാണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നാളെ പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരവസ്ഥയും കൂടി കേട്ടോളൂ. ഒരവസ്ഥയും കൂടി. നമ്മളിപ്പോൾ ഇവിടെ ജുമാക്ക് പങ്കെടുത്തു. ഇതിൽ എത്ര ആളുകൾക്ക് ഈമാനോടുകൂടി വെള്ളിയാഴ്ചയിലെ ജുമാ ഖുത്ബക്ക് പങ്കെടുക്കണം, ആ ഖുത്ബ കേൾക്കണം, ആ ഖുത്ബ കേട്ട് ജീവിതത്തിൽ പകർത്തണം. അതിന് നിയ്യത്ത് വെച്ച് അള്ളാഹുവെ അങ്ങനെ പകർത്തിയിട്ട് നിന്റെ സ്വർഗത്തോപ്പിലെത്താൻ വേണ്ടി ഞാനിതാ വെള്ളിയാഴ്ച ജുമാ ദിവസം വളരെ നേരത്തെ തന്നെ നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്ന എത്ര ആളുകൾ ഉണ്ടാവും? അള്ളാഹ്ക്കറിയാം, നമുക്കറിയാം. ചിലവരിപ്പോ ഇവിടെ വന്ന ആൾക്കാർ നെയ്യത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആ പള്ളിയിൽ പോയാൽ ഇന്ന ആളെ ജുമാ കഴിഞ്ഞാൽ അവിടുന്ന് കാണാം. അപ്പൊ നമ്മളെ ജുമാക്ക് പോകലുമായി, മറ്റൊരാളെ കാണലുമായി. ചിലര് ഹജ്ജിന് പോകും. ഹജ്ജിന് പോയിട്ട് മുമ്പൊക്കെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ അവിടെ ഒളിച്ചിക്കല, അത് എന്നിട്ട് അവിടെ ജോലി ചെയ്യും. പിന്നെ അവസാനം പുടുത്തം കൊടുത്ത് ഇങ്ങോട്ട് പോരും. ഹജ്ജിന് പോക്കാൻ വേറൊരു ടീമുണ്ട്, ഹജ്ജിന് പോവും, അവിടെ പോയി കച്ചവടം ചെയ്യും. അതിന് വിരോധമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന്റെ സമയത്ത് കച്ചവടം ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ നിയ്യത്ത് കച്ചവടമാകാൻ പാടില്ല. പക്ഷെ അത് നിയ്യത്ത് കച്ചവടമാക്കും, അത് ശൈത്താനാക്കിക്കോളും. രണ്ട് ലാഭം കിട്ടൽ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? അത് ഇതിലേക്ക് മൂപ്പര് മാറ്റിക്കോളും. പേപ്പർ ചേഞ്ച് ആക്കാൻ ശൈത്താന് പെട്ടെന്ന് സാധിക്കും. കേട്ടോ, ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്. കപടവിശ്വാസികളായ പുരുഷന്മാരും കപടവിശ്വാസിനികളായ പെണ്ണുങ്ങളും പറയുന്നൊരു ദിവസമുണ്ട്. ആരോട്? ലില്ലദീന ആമനു, ഇവിടെ ഈമാനോടുകൂടി ജീവിച്ചവരോട്. പരലോകത്തിന് ഇവിടെ ഈമാനോടുകൂടി ജീവിച്ചവരോട് അവർ പറയാണ്, എന്ത്? ഉൻദുർന നഖ്തബിസ് മിൻ നൂരിക്കും, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തന്ന ഏതെങ്കിലുമൊക്കെ സൗകര്യം ഞമ്മക്കും തരി. നമ്മൾ ഫ്രണ്ട്സല്ലേ, ഒന്നിച്ചല്ലേ ഹജ്ജിന് പോയത്, നമ്മൾ ഒന്നിച്ചല്ലേ ജുമാക്ക് പോയത്, ഒരേ വണ്ടിയിലല്ലായിരുന്നു, നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേ സക്കാത്തും സദക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളും ദീനീ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഒന്നിച്ചല്ലേ ചെയ്തത്. നിങ്ങൾ സ്വർഗത്തിൽ, ഞാൻ നിങ്ങൾ നരകത്തിലായി. അപ്പൊ അതുകൊണ്ട് ഒന്നിച്ച് നടന്നവർ പറയുന്നു, ഉൻദുർന നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിൽ തന്ന സൗകര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്നു തരൂ. അപ്പോൾ സ്വർഗത്തിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ പറയും ഈ കപടവിശ്വാസികളോട്, ഖീലർജു വറാഅക്കും, നിങ്ങൾ എവിടുന്നാണോ പോന്നത്, ഭൂമി എന്നല്ലേ, അവിടത്തേക്ക് തന്നെ ഒന്നും കൂടി തിരിഞ്ഞു നടക്കുക. എന്നിട്ട് എന്തൊക്കെ ചെയ്തോ അവിടൊക്കെ എവിടൊക്കെയാണ് അപാകത വന്നത് എന്ന് പരിശോധിക്കുക. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് തരാൻ കഴിയില്ല. കാരണം എന്താ? ഫൽതമിസു നൂറ, അവിടുന്ന് വേണം അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിലേക്കുള്ള സൗകര്യങ്ങൾ തേടാൻ. തീർന്നില്ല. ഫളുരിബ ബൈനഹും ബിസുവരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹി റഹ്മ വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അള്ളാഹു പറയുന്നു, വിശ്വാസികളുടെയും കപടവിശ്വാസികളുടെയും ഇടയിൽ ഒരു മറ വന്ന് വീഴും, സ്ഥാപിക്കുകയല്ല. അപ്പൊ നോക്കുമ്പോ സ്വർഗസ്ഥന്മാർ അനുഭവിക്കുന്ന, കൂടെ ജീവിച്ച് മരിച്ച ആളുകൾ ജീവിക്കുന്ന സ്വർഗീയ സുഖങ്ങൾ ഇവർക്ക് കാണാൻ കഴിയും. പക്ഷെ അവിടെ ഒരു മറയുണ്ട്. അങ്ങോട്ട് കാണാം അവിടെ അനുഭവിക്കുന്ന ശിക്ഷ,
അവർക്ക് ഇങ്ങോട്ട് കാണാം ഇവിടെ അനുഭവിക്കുന്ന സ്വർഗീയ സുഖം. ആ വിധമാണ് അള്ളാഹു സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ടോ അവസാനം വാതിലൊക്കെ അടഞ്ഞു കഴിഞ്ഞാൽ ഈ മുനാഫിക്കുകൾ വിളിച്ചു പറയും, യുനാദൂനഹും, അവർ വിളിച്ചു ചോദിക്കും, അലം നക്കുൻ മഅക്കും, ഞങ്ങളും നിങ്ങളുടെ കൂടെയില്ലായിരുന്നോ? ജുമാക്ക് വരാൻ ഒന്നിച്ചല്ലേ വന്നത്? നീ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്? നിന്റെ കാരണത്താലല്ലേ ഞാൻ പള്ളിയിൽ അവിടെ എത്തിയത്? ആ പള്ളിയിൽ വരണം നീ ഉപദേശിച്ചിട്ടല്ലേ ഞാൻ പോയത്? ഹജ്ജിന് നമ്മൾ ഒരേ കൊല്ലല്ലേ പോയത്? ഈ നരകത്തിലും ഞാൻ സ്വർഗത്തിലും എങ്ങനെയായി? അതുകൊണ്ട് അവർ വിളിച്ചു പറയുന്നു, യുനാദൂനഹും അലം നക്കുൻ മഅക്കും ഖാലു, അവർ പറയും, ബല, തീർച്ചയായും ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് എല്ലാം ചെയ്തത്. പക്ഷേ വലാകിന്നക്കും, പക്ഷേ നിങ്ങൾ ഫതൻതും അൻഫുസക്കും, സ്വയം നിങ്ങൾ അപകടത്തിലാവുകയായിരുന്നു. ചെയ്ത പ്രവർത്തനങ്ങളിൽ ഈമാനില്ലാതെ സ്വയം നിങ്ങൾ അപകടത്തിലായി. പിന്നെ വതറബ്ബസ്തും എന്ന് മാത്രമല്ല, നിങ്ങളിങ്ങനെ കപടവിശ്വാസികളായി ജീവിക്കുന്നതിനിടയിൽ വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുമ്പോൾ വലിയ സന്തോഷമാണ്. നോക്കി നിങ്ങൾ മുനാഫിക്കുകൾ, നിങ്ങൾക്കൊരു കച്ചവടത്തിൽ ഭയങ്കര നഷ്ടം വന്നു നിൽക്കും ഒരു മുഅ്മിന്. കപടവിശ്വാസി പറയാൻ എന്താ അറിയാം, ഓന് കുറച്ച് നഷ്ടം വരണം, ഞാൻ കുറെ കാലമായി വിചാരിക്കുന്നു. അതാണ് വതറബ്ബസ്തും. ഓൻ എപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഇവനൊരു അപകടം വരാൻ. ആർക്ക്? വിശ്വാസിക്ക് അതൊന്നും ഏശൂല. അപ്പൊ കച്ചവടം മുഴുവൻ പൊട്ടി ഒന്നായിട്ട് പോയാലും ഓനക്കൊന്നും ബാധിക്കൂല. നേരെ മറിച്ച് ഇവൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും ഇവനൊരു ആപത്ത് വരാൻ, ഓന്റെ മക്കൾക്കൊരു ആപത്ത് വരാൻ, അവന്റെ കുടുംബത്തിനൊരു ആപത്ത് വരാൻ. ഇതാണ് മറ്റുള്ളവർക്ക് ആപത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം മുനാഫിക്കിനുണ്ടാവും കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ എടുത്തു കളയുക. അപ്പം നമുക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. അപ്പൊ അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പ് നമുക്കിങ്ങനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ, അങ്ങനെ അങ്ങോട്ട് മരിച്ചു പിരിയാൻ കഴിയും. അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളടുത്ത് വന്നുപോയ അപാകതകൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോൾ ആ പ്രാർത്ഥന അള്ളാഹ് കബൂലാക്കും. അങ്ങനെ കബൂലാക്കാൻ വിധിക്കപ്പെടുന്ന നല്ല മനുഷ്യരിലും നല്ല മോമിനിയങ്ങളിലും അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ പോലും സാധിക്കാത്ത തടസ്സമുള്ള പ്രതിബന്ധമുണ്ടാക്കുന്ന ഒരു മയ്യത്തായി മരിച്ചു പിരിയാതിരിക്കാൻ സദാസമയവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പം നിങ്ങൾ വിശ്വാസികൾക്ക് ആപത്ത് വരാൻ പ്രതീക്ഷിച്ചവരാണ് എന്ന് മാത്രമല്ല, ഒറത്തുക്കുമുൽ അമാനി, ഈ ദുനിയാവിലെ ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അതിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നോക്കേണ്ടികള് മുനാഫിക്കീങ്ങള് എപ്പോഴും ചിന്തിക്കുക, അവർക്ക് വേണ്ടാത്ത ആവശ്യങ്ങൾ അതിലൊരു വേഗം പോയി കൊടുങ്ങും. ഇപ്പൊ ഡ്രസ്സാണെങ്കിൽ, മുടിയാണെങ്കിൽ ഉണ്ടല്ലേ, എന്ത് ഫാഷനാണോ വരുന്നത് അതിൽ പോയി വേഗം പോകും. ഉണ്ടോ? പല ഫാഷനും വരും ഇവിടെ നാട്ടില്. ആദ്യം അതാ ഇടുക. ചില വയസ്സന്മാരാണ് ആദ്യം ഇടുക. അതാ വലിയ അത്ഭുതം. ഇന്ന് നാളെ നിൽക്കുന്ന ചില വയസ്സന്മാരുണ്ട്, ഓലും പോയി പെടും അല്ലേ. എന്ത് അമാനീയ വന്നാലും ആഗ്രഹങ്ങൾ, അതിനൊത്ത ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ പന്തുകളി നടക്കുന്നതിനെ കൊണ്ട് കുറെ ചെറുപ്പക്കാര് ഓല ഫാനാണ്, രാവും പകലും അതിന്റെ പിന്നാലെ ഓടി നടക്കുകയാണ്. ചിലവര് ആത്മഹത്യ ചെയ്യുന്നു, ഓൽ തോറ്റു. ആരാ ഈ ചങ്ങായി തോറ്റ? ആ നേതാവിന്റെ പേര് പറഞ്ഞിട്ടാണ് വിളിച്ചു പറയുന്നത്. എന്താ ചെയ്യാ? എവിടത്തേക്കാണ് ഈ കൗമ് പോണത്? എല്ലാവരും കൂടി നമ്മളുടെ സ്വഭാവത്തെ നശിപ്പിച്ച് കുത്തുപാടെടുപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് സീരിയല്, ഒരു ഭാഗത്ത് സിനിമക്കാര്, ഒരു ഭാഗത്ത് ഫുട്ബോൾ കളിക്കാര്, ഒരുപാട് പ്ലേയേഴ്സ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ ഫാനും അതും ഇതൊക്കെ ആയിട്ട് ഓൻപന്റെ രൂപം അള്ളാന്റെ റസൂലും ദീനും പഠിപ്പിച്ചതിലല്ല, താല്പര്യമില്ലല്ല. നിങ്ങൾ നോക്കേണ്ടി, ഒരു പ്രായം വരെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. എന്താ, നിന്റെ മുടി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കി അവിടെ ഭൂമിയിൽ എന്തോ നടക്കുന്ന ആ സാധുവിന്റെ വിചാരം. ബാർബർ ഷാപ്പൊക്കെ പോയി കുത്തുന്നിട്ട് ഓൾക്ക് പൈസ ഇട്ടുന്നില്ലാണ്ട് വേറെന്താ, അതൊന്നും പിന്നെ അറിയില്ല. അന്ന് പറഞ്ഞാല് അക്കലിന് മൂർച്ചയില്ലാത്ത ടീമാ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അടുത്തു കൂടെ പോകത്തല്ല. ചെറുപ്പക്കാരുണ്ടല്ലോ, ഇന്ന് നിങ്ങളാ പെൺകുട്ടികളുമായുള്ള മുടി എന്നിട്ട് ഇങ്ങനെ വലിച്ച് ബാക്ക് കെട്ടുക, അമ്മ കെട്ടിയ മാതിരി അല്ലേ. എന്നിട്ട് ഓനിങ്ങനെ നടന്നു പോകും. അത് കണ്ടിട്ട് നമ്മളെ ചെറുപ്പക്കാർ കണ്ടോ, എന്താണ് അതിനൊക്കെ ഓന്റെ ബാപ്പ ഓന് സ്വാതന്ത്ര്യം കൊണ്ട്, നമ്മളെ ബാപ്പ എപ്പോഴും കൊണ്ടുപോയി വെട്ടു. ഒരു ജാതി കിഴങ്ങൻ ബാപ്പ ഉണ്ടോ? എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ തരം ആളുകൾ എല്ലാവരും കൂടി സമ്മേളിച്ച് ഈമാൻ തകർത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ നമ്മളെ പ്രസംഗം ഇവരെപ്പോലുള്ള ആൾ കേട്ടാലോ, പടച്ച തമ്പുരാൻ ഒരു 30 കൊല്ലം മുമ്പ് മരിക്കേണ്ട ആളാ ആ പ്രസംഗിച്ച് അറിയും. ഒരു 30 കൊല്ലം മുമ്പെങ്കിലും ഇയാൾ ഇവിടെ ഉണ്ടാവേണ്ട ആളല്ല, ഇയാൾ എന്നോ മരിക്കേണ്ട മലക്കുൽ മൗത്തിന് മറന്നു പോയതായിരിക്കും കേട്ടോ. ആ രൂപത്തിൽ അവർ സംസാരിക്കുക. കാരണം എന്നാലും ഒരു ന്യായം ഉണ്ടാവും. അവർക്ക് സയ്യൻ ലഹും ഷൈത്താൻ അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഷെയ്ത്താൻ അവർക്ക് നല്ല ഭംഗിയായി കാണിച്ചു കൊടുക്കും, അവരെ വർത്താനും പോലെ പ്രവർത്തനം. എന്നിട്ട് യസുദ്ദുഹും അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയും. അത് ഷെയ്ത്താനും ചെയ്യും. അപ്പൊ ഷെയ്ത്താൻ ഒരു ഭാഗത്ത്,
സിനിമ വേറൊരു ഭാഗത്ത്, സീരിയൽ വേറൊരു ഭാഗത്ത്, ഫുട്ബോൾ പ്ലേയേഴ്സ് വേറൊരു ഭാഗത്ത്, അങ്ങനെ എന്തെല്ലാം പ്ലേയേഴ്സിന്റെ ഓലൊക്കെ ഓരോ ഭാഗത്ത്. ഇനി ക്രിക്കറ്റ് ഇറങ്ങിയാലോ അതിലും വലിയ ഭ്രാന്താണ്. ആണും പെണ്ണും ബിസ്ക്കറ്റും തെരഞ്ഞെടുക്കുക. എന്താ ചെയ്യുക? നേരെ മറിച്ച് അള്ളാന്റെ ദീനായിട്ട് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരില്ല. ഈ കാലം വല്ലാത്തൊരു കാലാണ്. ഈ കാലത്ത് ജീവിക്കാൻ നിർഭാഗ്യവാന്മാരാണ് നമ്മളൊക്കെ. ജീവിക്കാൻ അവധി കിട്ടിയ, അവസരം കിട്ടിയ നിർഭാഗ്യവാന്മാരാണ്. അതൊക്കെ ഈമാനുള്ള ആളുകൾക്ക് നിർഭാഗ്യം തോന്നുള്ളൂ. അല്ലാത്തവർക്ക് തോന്നുന്നത് അറിയോ? നമ്മളൊക്കെ മുമ്പ് മരിച്ചുപോയ ആൾക്കാർക്ക് ഇവിടുത്തെ മൊബൈലും കാണാൻ കഴിഞ്ഞില്ല, TV കാണാൻ കഴിഞ്ഞില്ല, VCR കാണാൻ കഴിഞ്ഞില്ല, ഇവിടുത്തെ ക്യാമറ കാണാൻ കഴിഞ്ഞില്ല. ഓല് നിർഭാഗ്യവാന്മാരല്ല. ഓലത് കാണാത്തതുകൊണ്ട് ഒരു ഭാഗ്യവാന്മാരാ. നമ്മളിതെല്ലാം കണ്ടതുകൊണ്ട് നമ്മൾ മഹാനിർഭാഗ്യവാന്മാരാണ്. അത് ഉപയോഗിക്കുമ്പോൾ ഇരിക്കുന്നു മാത്രം. അതും അതിന്റെ ഇടയിൽ പറയേണ്ടതുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ആ ഉപയോഗിക്കുന്നത് അതിന്റെ എന്ത് സോഴ്സിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് അതുപോലെ ഇരിക്കും കേട്ടോ. ശ്രദ്ധിക്കുക. നാളെ പരലോകത്തെത്തുമ്പോൾ വല്ലാത്ത പ്രയാസത്തിലേക്ക് എത്തും. അതാണ് ഖുർആൻ പറഞ്ഞത്. അവർക്ക് മുന്നിൽ നോക്കുമ്പോൾ അവരെ കാണാം, അവരുടെ സുഖം, അവരുടെ ദുഃഖം, അവരുടെ സങ്കടം, നരകത്തിലെ ശിക്ഷ അവർ കാണും. എന്നിട്ടോ അവരോട് പറയുന്നു, ഓ ഒറത്തുകുമല്ല അമാനി, ഏതുവരെ നിങ്ങളെ വ്യാമോഹം ഭരിച്ചു നാട്ടിൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഹത്താജ അമ്രുള്ള, അള്ളാഹുവിന്റെ മരണമാകുന്ന കൽപ്പന വരും വരെ നിങ്ങൾ ദുനിയാവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മാസ്മരിക ലഹരിയിൽ അകപ്പെട്ട് സിനിമയും സീരിയലും അങ്ങനെ കള്ളുകുടിയും തെമ്മാടിത്തവും ഒക്കെയായി ജീവിച്ചു. അള്ളാന്റെ കൽപ്പന എത്തും വരെ. ഒറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാന്റെ വിഷയത്തിൽ ആ മഹാവഞ്ചകനായ ചെകുത്താനും നിങ്ങളെ വഞ്ചിച്ചു. ഇതാണ് കാരണം നിങ്ങൾ നരകത്തിലെത്താൻ എന്ന് കൂടെ സ്വർഗത്ത് പോയവര് പറയും. ഈ ഒരു അവസ്ഥയിൽ നിന്ന്, ഈ ഒരു വല്ലാത്ത പരിതാപകരമായ ഈ അവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദീന ബിദുവല്ലാഹ് അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസികും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടത് നരകത്തിലേക്ക് കത്തിക്കപ്പെടുന്ന 3 ആളുകൾ. അതേ ആളുകൾ തന്നെ ഇവിടെ വെച്ച് ഖുർആൻ പഠിച്ചു, ഖുർആൻ പഠിക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ പകർത്തി, അത് ജനങ്ങളോട് സംസാരിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾ. അവരുടെ അവസ്ഥയും നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ. അവരുടെ നരകാവസ്ഥ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അവരുടെ സൗകര്യങ്ങൾ നമ്മൾ കാണുക. അള്ളാഹു റസൂൽ പറയാണ്, ഇന്നൽ മലായികത ലതലൗ അജ്നിഹതഹ ലിതാലിബിൽ ഇൽമ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുന്നവരുടെ നേരെ അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കും. അങ്ങനെ അള്ളാഹു കാരുണ്യത്തിന്റെ ചിറക് മലക്കുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും. തീർന്നില്ല. എന്താ കാരണം? റിളൻ ബിമാ യസ്നൗ, അവർ പ്രവർത്തിച്ചത് മലക്കിനും അള്ളാഹുവിനും തൃപ്തിപ്പെട്ടതുകൊണ്ട്. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്തും വിധമാണ് നമ്മൾ ഇൽമുമായി ബന്ധപ്പെടേണ്ടത്. എന്നിട്ട് പറയാൻ, ഒരു ഖുർആൻ പഠിക്കുന്ന പണ്ഡിതൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടി മൻഫിസമാവാത്ത്, ആകാശങ്ങളിലുള്ളവർ പൊറുക്കലിനെ തേടും. അങ്ങനെ പഠിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്ക്, നമ്മുടെ അടുത്ത് വരുന്ന തെറ്റുകൾക്ക് ആകാശത്തുള്ളവരാരാ? ആകാശത്തുള്ളത്? മലക്കുകൾ. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭൂമിയിലുള്ളവരും ഭൂമിയിലുള്ള ആളുകളും ഖുർആനുമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഭൂമിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും അത്തരം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഹത്തൽ ഹീതാനു ഫിൽ മാ, വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം വരെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കരുതലോടുകൂടി, വളരെ അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടി കാര്യങ്ങൾ നിങ്ങൾ ശ്രവിക്കുക. മുത്ത് റസൂലിന്റെ വാക്കാണ്, കനകട്ടികളാണ്. തുടങ്ങി തീർന്നില്ല. എന്നിട്ട് പറയാൻ, ഖുർആന്റെ അറിവുള്ളവർ, ഹദീസിന്റെ അറിവുള്ളവർ, ഉലമാക്കന്മാർ, റസൂൽ പറയാണ്, വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അവർക്ക് അനന്തരാവകാശമുണ്ട്. അംബിയാക്കന്മാരുടെ അനന്തരാവകാശമുള്ള ഈ പണ്ഡിതന്മാർ എന്നാണ്. ഏത് പണ്ഡിതന്മാർ? തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന, ശിർക്കിൽ രക്ഷപ്പെടുത്തുന്ന, ശരിയായ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പഠിപ്പിക്കുന്ന. ഇതാര് എങ്ങനെയെന്നുള്ളതൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. ഏത് പണ്ഡിതന്റെയും മനസ്സിലുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരുപാട് പൈസയും പ്രതാപവും ആളുകളുടെ സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടാം. പക്ഷേ കൃത്യമായ രൂപത്തിൽ ജനങ്ങളോട്
ഇസ്ലാമിനെ സംബന്ധിച്ച് സംസാരിച്ച പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനന്തരാവകാശികളാണ്. തീർന്നില്ല. എന്താണ് അനന്തരാവകാശി അറിയുമ്പോൾ അപ്പൊ നമ്മള് ഞാൻ ഇന്ന ആളുടെ അനന്തരാവകാശി എനിക്ക് എന്തോ സ്വത്തിട്ടാണ്ടല്ലോ അല്ലെ? ഖുർആൻ പഠിക്കുന്നവരും ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട് പഠിച്ച പണ്ഡിതന്മാരും അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. എന്ത് പറയണ എന്താ? വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹം. അമ്പിയാക്കന്മാരിൽ നിന്ന് അനന്തരാവകാശമായി നിങ്ങൾക്ക് കിട്ടുന്നത് ദീനാറോ ദിർഹമോ അല്ല. അത് കിട്ടാനില്ല. ഉണ്ടോ? അമ്പിയാക്കന്മാർ ഓരോ സ്വത്തിട്ടാനാണ് നമ്മൾ പഠിക്കുന്നത്? അല്ല. നമ്മൾ അനന്തരമല്ല, അനന്തരം ഇൽമ ഉണ്ടാകുക. അതുകൊണ്ട് പറയുന്നു ലം യുവരിസു ദീനാറൻ വലാ ദിർഹം വഇന്നമാ വറസൽ ഇൽമ. അവര് അമ്പിയാക്കന്മാർ ഇവിടെ അനന്തരമായി നമുക്ക് നൽകിയിരിക്കുന്നത് അറിവാണ്. ഫമൻ അഖദഹു അഖദ ബിഹല്ലിൻ വാഫിർ. ആര് ആ ഇൽമ നേടുന്നുവോ അവൻ യഥാർത്ഥ പൂർണ്ണമായ ഭാഗ്യം നേടിക്കഴിഞ്ഞു, അവൻ സ്വീകരിച്ചു കഴിഞ്ഞു. അഖദ ബിഹല്ലിൻ വാഫിർ, സമ്പൂർണമായ ഭാഗ്യം ആയിക്കഴിഞ്ഞു. വല്ലാത്ത അത്ഭുതകരമായ വർത്താനം. ആര് പ്രാർത്ഥിക്കുന്നു? മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. എന്തിനധികം പറയുന്നു? ആരും കൂടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞത്? മത്സ്യം പോലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് അത്രയും ഉന്നതമായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ദീനിന്റെ യഥാർത്ഥ ആളുകളായി മാറുകയും അവിടെ നമുക്ക് മനോഹരമായ താമസ സ്ഥലം ഏദൻ തോട്ടത്തിൽ തന്നെ ലഭിക്കും വിധം ജീവിക്കുകയും എവിടെയെങ്കിലും കാപ്പട്യം വന്നു പോകുന്നുണ്ടെങ്കിൽ ഭയപ്പെടുകയും അതിനെതിരിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് യഥാർത്ഥ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ എല്ലാ പോരായ്മകളും കുറവുകളും കുറ്റങ്ങളും എല്ലാം അർഹമുറാഹിമിനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പാക്കി തന്ന് അവന്റെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നമുക്കും ഇടം നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മുഅ്മിനുകളായ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു പരലോകത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇപ്പോൾ ആശുപത്രികളിലും വീടുകളിലുമൊക്കെ വേദനകളും യാതനകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകി ആനന്ദം പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടങ്ങളിലും വ്യവഹാരങ്ങളിലും അർഹമുറാഹിമിനായ തമ്പുരാൻ ബർക്കത്ത് നൽകിയവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.